ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാൽ തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം കേട്ട് വരുന്നുണ്ട്. ഇത് അവിടെ ഒരാൾ എന്തിനൊന്നതാ അന്ന് ഞാൻ ഓർക്കുന്നേ അതിനകത്ത് ബിങ്കോൻ്റെ ഉള്ളിൽ കിട്ടിയ ഒരു ടാങ്കിൻ്റെ പൗഡർ കേട്ടോ. അത് ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ സ്വാഗതം പറയുന്ന കേട്ടപ്പോൾ അത് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അല്ലേ 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 ഞാൻ വരില്ല. എന്തിനാ? അപ്പോൾ ഗൈസ്, ഇതാ നമ്മൾ ഒരു എയർ ഫ്രയർ വാങ്ങിയിട്ടുണ്ട്. ഇന്നലെ കൊണ്ടുവന്ന പാടെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി നോക്കി. കുറച്ച് ഫ്ലോപ്പായി, കുറച്ച് റെഡിയായി. ഇതാ തിന്നിക്ക്. ഫ്രഞ്ച് ഫ്രൈസ് രസം ഉണ്ടായിരുന്നോ? ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം. എന്നിട്ട് നിൽക്കുന്നൊന്ന് പറഞ്ഞിട്ട് വരാം. ബസ്സല്ല, എയർ ഫ്രയർ. ഇഷ്ടപ്പെട്ടില്ല? എന്നിട്ട് ഞാൻ എന്താ പേരിട്ടെ? ബസ്സോ? ബസ്സോ? അതെന്ത് സാധനം? മൂക്കു മാറടാ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തൊക്കെ ഇന്നലെ ഉപയോഗിച്ചൊക്കെ ചെയ്തതാണ്. പിന്നെ പെട്ടിയിൽ തന്നെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് എന്ത് പുതിയ സാധനം കിട്ടിയാലും നമുക്ക് ഉപയോഗിച്ച് നോക്കണമല്ലോ എങ്ങനെ എന്താണെന്നൊക്കെ. നല്ല രസം വരുള്ളൂ. എന്നിട്ട് പിന്നെ മൂലക്കിടുക. അതാണല്ലോ എല്ലാവരുടെയും ഒരിത്. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഞാനെടുത്ത് പെട്ടിയിൽ വെച്ചതുകൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് ഈത്ത ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ. ഇത് ടൈമാണ്, ഇത് ചൂടും. പിന്നെ ഈ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക. ചിപ്സ്, ഫിഷ്, കേക്ക്, അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നലെ ഞാൻ ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കാട ഉണ്ടാക്കി നോക്കണം. എങ്ങനെ എന്താണെന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം. പൊടി കൊടുക്കടാ. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ നമുക്ക് കാടയൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ട് ഇത് ഓണാക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് പെട്ടിയിൽ തന്നെ അടച്ച് സെറ്റാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ കാട ഇവിടെ സെറ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതിനകത്ത് മസാലകൾ വരട്ടിയിട്ടൊന്ന് സെറ്റാൻ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് എടുത്ത് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് മസാല വരക്കാനുള്ള മസാലകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അതുവരെ ഇതിങ്ങനെ അരിപ്പയിലിരുന്ന് വെള്ളം പോട്ടെ. ഇതാ മസാലയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും മിക്സാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതാ നമ്മുടെ ചോറ് ഇവിടെ തിളക്കുന്നുണ്ട്. ഓ, ആരെ കാട്ടി? അനുകാക്ക അടിച്ചോ? ഞാനെ തല്ലിയില്ലേ? ഇല്ലേ? ഞാൻ എത്ര തല്ലി ഇക്കാക്കാനെ? എത്ര തല്ലി? രണ്ടടി അടിച്ചോ? എന്തിനാ അടിച്ചേ? ഇഞ്ഞെന്തിനാ ഓനടിച്ചേ? അതല്ല, ഓനെന്തിനാ അന്നടിച്ചേ? ഇഞ്ഞെന്താ ഓനെ കാട്ടിയേ? ആണോ? അതെന്തിനാ അതിനും അങ്ങനെ തല്ലിയേ? ഞാനാ തല്ലിയ, മനസ്സിലായി. എന്തിനൊക്കെ അങ്ങനെ തല്ലിയ? രണ്ടാളും കൂടി ഭയങ്കര അടിയാട്ടോ. പഠിക്കാനിരുന്നാൽ അടി കൂടിയോണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പം നമ്മൾ ചോറ് ഇവിടെ തിളക്കുന്നുണ്ട്. അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം. മസാല ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് വെച്ചിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ മസാല നല്ലോണം ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ പെരക്കിക്കല്ലുള്ളൂ, നല്ലോണം മസാല പിടിക്കട്ടെ കേട്ടോ. ചിക്കൻ കുഞ്ഞ് കോയിന്റെ ചിക്കനാ ഗൈസ്. കുഞ്ഞിക്കോയിന്റെ ചിക്കനാ. കുഞ്ഞിക്കോയി അല്ല, കാട ചിക്കനാ. പറയട്ടെ ഒരിടത്ത് പറഞ്ഞോ? കാട ചിക്കനായിരുന്നു കേട്ടോ.
എന്ത് ചിക്കൻ ആയിനു? കാട ചിക്കൻ. ഇത് ഇതിന്റെ ബുക്കാണ്. ഏത്? ഇത് വെക്കട്ടെ. ഇതിന് ഫോട്ടോ ചിക്കൻ. ഇതിന് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ്, ഫിഷ്, കേക്ക്, രണ്ട്, പിന്നെ ചിക്കന്, പിന്നെ പിസ്സ, പിന്നെ കുക്കുടുക്കു. അപ്പൊ നമ്മള് കാട ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്, കുറച്ചിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഒന്ന് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് വേവിച്ച് വെക്കാം. ഇത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. എടാ കാലെടുക്കടാ, ഇനി സ്വിച്ച് ഇടാൻ പോവാ, ഷോക്ക് അടിക്കും. ഇത് 180 വെക്കുന്നുണ്ട്. 180 വെച്ചിട്ട് ഒരു 200 വെക്കാൻ പറയുന്നത്, പക്ഷെ ഞാൻ 180 വെക്കുന്നത്. കരിഞ്ഞു പോയാലോ. പിന്നെ ഇതൊരു ടൈം ഒരു 30 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആവട്ടെ. ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയുണ്ട് സംഭവം എന്നൊക്കെ. അപ്പോൾ ഇതാവട്ടെ. അപ്പോഴത്തേന് നമുക്ക് നെയ്പ്പത്തിൽ ചുടാനുണ്ട്, അത് ചുടാം. ഓക്കെ അതിനൊക്കെ ഇനി ഇതിൻ്റെ ചോട്ടൊന്ന് മാറിക്ക്, ചോക്കടിക്കും കൊള്ളും. ബെല്ലടിച്ച് ഓഫായി തോന്നുന്നു. ഇവിടത്തേക്കൊക്കെ ഈ ചൂടായിക്ക്, ഈ സാധനമൊക്കെ ചൂടായിക്ക്. ഇതാ നോക്കി നോക്കി, നല്ല മണമൊക്കെ വരുന്നുണ്ട്. കണ്ടിട്ട് പൊരിച്ച പോലെ ഉണ്ട്. എന്തൊക്കെ ഇത് ആവി വറക്കുന്നു, അതിൻ്റെ ഉള്ളിലൊക്കെ ചൂടാ. എന്തൊക്കെ അതുണ്ട്. ഉള്ളി തിന്നോക്കി, മറിച്ചിട്ടൊന്നും വേണ്ട. എന്തിനു മറിച്ചിട്ടുണ്ട? ഉള്ളി തിന്നോക്കി, നോക്കി നോക്കി. ഇത് എന്തൊക്കെ ഇത് എടുത്തിട്ട് അടുത്ത് വെക്കട്ടെ. കറക്റ്റ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ലേശം കുറച്ച് വെച്ചില്ലേ, അതുകൊണ്ട് എണ്ണ മുക്കി പൊരിക്കുന്ന ഒരു ഇതില്ലെങ്കിലും രസമുണ്ട്. മുളകിൻ്റെ ഒരു കുത്തല് വരിക. എണ്ണ ഇതാക്കിയൊന്നുമില്ലല്ലോ, മുങ്ങി പൊരിയുന്നില്ലല്ലോ. പക്ഷെ വെന്തൊക്കെ ഇവിടെ പൊരിച്ചിടെല്ലാം തിന്നലും തുടങ്ങി. എങ്ങനെ ഉണ്ടെന്നോ? സൂപ്പറാ. ആ കാല് കാണിക്ക, അതിനെ വെളുപ്പിച്ച്. ആ ആ കാട തൊട്ട് കൂട്ടണ്ടേ, ചാറ് വേണ്ടേ? അന്നു ആ കറി ഒഴിച്ച് കാടയിട്ട് വലിച്ച് എന്തൊക്കെയോ കാട്ടിട്ട് പോയി. കാട തിന്ന് ആ കൂന്തളും തിന്ന്, ചോറങ്ങനെ തന്നെ അട വെച്ച്. ചെസ്റ്റ് പീസൊന്നും തരില്ല. ഈ കാലിന്റെ അവിടെ ഇങ്ങനെ മുരിഞ്ഞു നിൽക്കുന്നില്ലേ, അവിടെ മാത്രമേ തരുള്ളൂ, ഇവിടെ ഇല്ല.